പ്രോബ്ലം 2ൻ്റെ കുറച്ച് പ്രോബ്ലംസ്, ഒരു പ്രോബ്ലം നമ്മൾ ടാബുലേഷൻ സ്കീമിൽ കണ്ടു. ബാക്കിയുള്ള പ്രോബ്ലംസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലവും ആദ്യത്തെ പ്രോബ്ലം പോലെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പി ഓഫ് എക്സ്. മാക്സിമൈസേഷൻ ഇവിടെ തന്നിരിക്കുന്നത്. മാക്സിമൈസേഷനും പകരം മിനിമൈസേഷൻ ആണെങ്കിൽ അതനുസരിച്ച് മിനിമം സെലക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാക്സിമം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പി ഓഫ് എക്സ് വെയർ എക്സ് ഈക്വൽ ടു x1 x2 x3 പ്രൊഡ്യൂസ്ഡ് ബൈ ബിൽഡിംഗ് ഡാംസ് ഓൺ 3 ഡിഫറെൻറ്റ് റിവർ ബേസിൻസ് വെയർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f1 of x1 പ്ലസ് f2 of x2 പ്ലസ് f3 of x3 വെയർ, അതായത് f1 of x1 x1ലുള്ള ഫംഗ്ഷൻ പ്ലസ് f2 of x2 x2ലുള്ള ഫംഗ്ഷൻ പ്ലസ് f3 of x3 x3ലുള്ള ഫംഗ്ഷൻ സെപ്പറബിളി അഡിറ്റീവ് റിട്ടേൺ ഫംഗ്ഷൻ ആണ്. ആൻഡ് f2 of x2 ഈസ് ദ പവർ ജനറേറ്റഡ് ബൈ ith basins by investing rupees xj to the budget provision is with respect to the budget provision. അവിടെ കൺസ്ട്രെയിൻറ്റ് തന്നിരിക്കുന്നത് സിംഗിൾ അഡിറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്. x1 plus x2 plus x3 less than or equal to 3. The functions f1, f2, f3 are given in the following table. Integer solution of the problem is required. അപ്പോൾ ഇൻറ്റിജർ സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ടാബുലേഷൻ സ്കീം യൂസ് ചെയ്യും. ഓരോ ഫംഗ്ഷനും ഈ എക്സൈസിന് നേരത്തെ u1 u2 u3 എന്നുള്ളതിന് പകരം ഇവിടെ xi വന്നെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമിലറാണ്. ഫംഗ്ഷനും തന്നിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം p of u എന്ന് പറയുന്നത് f1 of u1 പ്ലസ് p of u, അതായത് നമ്മൾ നേരത്തെ xi എന്നുള്ളതിന് പകരം ഇവിടെ ui എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾസിനെ എല്ലാം നമ്മൾ എക്സ് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൈസിന് പകരം നമ്മുടെ പ്രോബ്ലത്തിൽ അതിനെല്ലാം യു എന്നുള്ള ടേംസിലേക്ക് കൊണ്ടുവന്നു. പി ഒ മാക്സിമൈസ് പി ഓഫ് യു ഈക്വൽ ടു f1 of u1 പ്ലസ് f2 of u2 പ്ലസ് f3 of u3 സബ്ജക്റ്റ് ടു u1 പ്ലസ് u2 പ്ലസ് u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വേർ u1 u2 u3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ഈ ടേബിൾ നമുക്ക് നേരത്തെ തന്നിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റേറ്റ് വേരിയബിൾസിന് ഡിഫൈൻ ചെയ്യുക. പിന്നെ റിക്കർഷൻ ഫോർമുല f1 of x1 ഈക്വൽ ടു f1 of u1 ആൻഡ് f2 of x ഈക്വൽ ടു മാക്സ് ഓവർ uj f2 of uj പ്ലസ് fj മൈനസ് 1 of xj മൈനസ് 1 ഫോർ j ഈക്വൽ ടു 2 3. വി ഹാവ് ഡിറ്റർമൈൻ ക്യാപിറ്റൽ f3 of x3, അതായത് ഇവിടെ 3 വേരിയബിൾസുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ f3 of x3 കണ്ടുപിടിച്ചാൽ മതി. അത് ടാബുലേഷൻ സ്കീമിൽ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഫോം ചെയ്യണം. സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് xj മൈനസ് 1 ഇസ് ഈക്വൽ ടു xj മൈനസ് uj ആണ്. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ xj uj വെച്ചിട്ട് സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിൾ ഫോം ചെയ്യുക. റിക്കേഴ്സീവ് ഓപ്പറേഷൻസ് 1 by 1 ആയിട്ട് ചെയ്തു പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ടേബിൾ ചെയ്തു പോയാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പം ആദ്യമേ ഇവിടെ മാക്സിമം എന്ന് പറയുന്നത് 8 ആണ്. ഈ 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ 8 ആണ്. ഈ 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ 5 ആണ്. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ u3 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തൊട്ട് പ്രീവിയസ് ടേബിളിൽ ഈ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ 5 ആണ്. ഈ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ 0 ആണ്. ഇനി ഈ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വാല്യൂ ഏതാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് u2 എന്ന് പറയുന്നത് 2 കിട്ടും. ഓക്കെ, ഇനി വീണ്ടും അവിടെ 0 ഉണ്ട്. ഇവിടെ നമ്മൾ 0 ഉണ്ട്. ഈ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെ നോക്കുമ്പോൾ u1 എന്ന് പറയുന്നതും എഗെയിൻ 0 എന്ന് കിട്ടും. u1ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പോൾ സൊല്യൂഷൻ കിട്ടി. ഇതുപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലം ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അതിന് അവിടെ ചെറിയ വ്യത്യാസം വരുന്നത് പ്രോബ്ലത്തിൻ്റെ ടാബുലേഷൻ സ്കീമിൽ നിന്ന് സൊല്യൂഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, 10th പ്രോബ്ലം നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലമായിട്ട് സിമിലർ ആയിട്ടാണ് ഇവിടെ കിടക്കുക. ABCD എന്ന് പറഞ്ഞിട്ട് കുറേ ഷോപ്സിൻ്റെ കളക്ഷൻ തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കുറേ നമ്പർ ഓഫ് ക്രേറ്റ്സ്, പെട്ടികളുടെ എണ്ണം. അപ്പോൾ അതാണ് അവിടെ u1 u2 u3 u4 ഓരോ ABCDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ let u1 u2 u3 u4 be the number of crates
given to the shops ABCD respectively. പിന്നെ നമ്മൾ ഫംഗ്ഷൻ നമ്മളെപ്പോഴും നമ്മുടെ ഔട്ട്പുട്ടിനെ മാക്സിമൈസ് ചെയ്യാനേ നോക്കുകയുള്ളൂ. ലെറ്റ് F1 of U1, F2 of U2, F3 of U3 be the profit of the shops ABCD respectively accordingly with respect to U1, U2, U3, U4 എന്നാണ്. സോ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യണം. സോ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യും? മാക്സിമം ഇസ് ഈക്വൽ ടു F1 of U1 പ്ലസ് F2 of U2 പ്ലസ് F3 of U3 പ്ലസ് F4 of U4 സബ്ജക്റ്റ് ടു ഇനി എന്താ നമ്പർ ഓഫ് കേഡ്സിൻ്റെ എണ്ണം മൊത്തം ആകെ പെട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. സോ U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് U4 എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആയിരിക്കണം. ആൻഡ് ക്രേറ്റ്സിൻ്റെ എണ്ണമാണ്. സോ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ആർ ഇൻഡിജേഴ്സ് ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ടാബുലേഷൻ സ്കീം ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ ഓക്കെ ഇവിടെ സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ടേബിൾ അനുസരിച്ചിട്ട് ഇവിടെ സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ടേബിൾ ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ABCD എന്ന് പറയുന്ന ഷോപ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രേഡ്സിൻ്റെ എണ്ണമാണ് അപ് ടു 6 വരെ കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ എഴുതുമ്പോൾ നേരെ തിരിച്ചെഴുതി യൂജസിൻ്റെ വാല്യൂ ഇവിടെ റോ വൈസ് എഴുതി ABCD എന്ന് പറയുന്ന ഷോപ്സിലുള്ള പ്രോഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ റോ ഇവിടെ കോളമായി മാറും. ആ രീതിയിൽ നമുക്ക് സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ കിട്ടി. പിന്നെ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഫോം ചെയ്യുക സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ സ്റ്റേജ് റിട്ടേൺ ട്രാൻസ്ഫർമേഷൻ ആ ടേബിൾ ഫോം ചെയ്തു. റിക്കേഴ്സീവ് ഫോമിൽ എഴുതി. ഇവിടെ ക്യാപിറ്റൽ F1 ഓഫ് X1 എന്നാണ് ഇതെന്ന് പറയുന്നത്. ക്യാപിറ്റൽ F1 ഓഫ് X1 ഈക്വൽ ടു സ്മോൾ f1 ഓഫ് U1 എന്നാണ്. നമുക്കറിയാവുന്നത് തന്നെ അതുപോലെ ചെയ്യുക. പിന്നെ സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ റിക്കേഴ്സീവ് ഫോർമുല FG of XJ ഈക്വൽ ടു മാക്സ് ഓവർ UJ സ്മോൾ FJ of UJ പ്ലസ് ക്യാപിറ്റൽ FJ മൈനസ് ഓഫ് XJ മൈനസ് 1 റിക്കേഴ്സീവ് ഓപ്പറേഷൻസ് ടേബിൾ എല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്തു വന്ന് ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 4 ടേബിൾ വരെ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് പോന്നിട്ട് ലാസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം സൊല്യൂഷൻ 18 ആണ്. ഈ 18 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 18s ഉണ്ട്, 2 വാല്യൂ ഉണ്ട് 18-ൻ്റെ. അപ്പോൾ നമുക്ക് വേണ്ടത് മാക്സിമം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം യു വാല്യൂ വരുന്ന 18 കറസ്പോണ്ടിങ് ആയിട്ട് അത് ഇവിടെ ആയിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള 16 സെലക്ട് ചെയ്യും. ആ 16 കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വാല്യൂ ആണ് അവിടെ 1 ആയിട്ട് വരിക. സോ U4 എന്ന് പറയുന്നത് എത്രയാകും? 1 ആകും. ഇനി വീണ്ടും ഇവിടുന്ന് 16, പ്രീവിയസ് ടേബിളിൽ നമുക്ക് 60 നോക്കണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് നോക്കി? പ്രീവിയസ് ടേബിളിൽ നമ്മൾ 16 നോക്കി. ഈ 16 കറസ്പോണ്ടിങ് ആയിട്ട് എഗെയിൻ ഇവിടെ 2 16 ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മാക്സിമം വരുന്നതിന് സെലക്ട് ചെയ്യണം. അപ്പം രണ്ടാമത് കിടക്കുന്ന 16 സെലക്ട് ചെയ്തു. ഈ 16 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെ 8 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ U3ൻ്റെ വാല്യൂ എന്ത് വരും? U3ൻ്റെ വാല്യൂ അവിടെ 2 വരും. ഇനി വീണ്ടും മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 8 ആയിരുന്നു. ഈ 8ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ ടേബിളിൽ 8 നോക്കും. എഗെയിൻ ഇവിടെ 2 8 ഉണ്ട്. അപ്പോൾ മാക്സിമം വരുന്ന രീതിയിൽ നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ മാക്സിമം യു വാല്യൂ സെലക്ട് ചെയ്യും. മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ മിനിമം വരുന്ന യു വാല്യൂ സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെ 4 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ U2 അവിടെ എത്ര വരും? 2 വരും. സോറി, U2ൻ്റെ വാല്യൂ നമുക്കവിടെ 2 കിട്ടി. ഇനി വീണ്ടും അതിന് മുന്നേ ഉള്ള ടേബിളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് 4 ആണ്. അപ്പം നമ്മുടെ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ളത്
1 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് u1ൻ്റെ വാല്യൂ 1 വരും. അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, മാക്സിമം z is equal to 18 at u4 equal to 1, u3 equal to 2, u2 equal to 2 and u1 equal to 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം 2ൻ്റെ ടാബുലേഷൻ സ്കീമിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.